കൊടുക്കണ്ടേ? ഇത് എന്നെ ഇപ്പൊ കഴിക്കുന്ന സംശയമാ. നമ്മളെ പോലെ നടക്കുന്നിടത്തുനിന്ന് കിട്ടിയത് വാരി വലിച്ച് കഴിക്കുന്ന കൂട്ടരല്ല ഇത്. തമ്പുരാക്കന്മാരാ. അവർക്കൊക്കെ എല്ലാത്തിനും ഒരു ചിട്ടവും കൃത്യമൊക്കെ ഉണ്ട്. വേഗം കൊണ്ട് കൊടുത്തോളൂ. എല്ലാം ഒരുക്കിയില്ലേ? ഐസക്കിനുള്ള ഭക്ഷണത്തില് എണ്ണ, എരിവ്, പുളി ഇതൊക്കെ ആവുന്നത്ര കുറയ്ക്കണം. ശരി തമ്പുരാൻ. പിന്നെ ചൂടുവെള്ളം, മെഴുക്കളക്കാനുള്ള താളി, രാസ്നാദി ചൂർണം എല്ലാം ഇല്ലേ? അതെല്ലാം ഉണ്ട്. എന്നാ പിന്നെ താമസിക്കണ്ട. ശരി. അമ്മായി എന്തായി പറയുന്നത്? പെൺകുട്ടികൾ ഇത്രയൊക്കെ പഠിച്ചാൽ മതി. ഇതുവരെ എത്തിച്ചതന്നെ ധാരാളം. അവക്ക് പഠിക്കണമെന്നുണ്ട് മാധവ. ഇനിയിപ്പോ നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ പഠിപ്പിച്ചോളാം. ഫസ്റ്റ് ക്ലാസ് വാങ്ങിയ കുട്ടിയല്ലേ. അതിന്റെ പഠിപ്പ് മുടക്കാന്ന് പറഞ്ഞാ ദൈവം പോലും പൊറുക്കില്ല കേട്ടോ. അതൊക്കെ ദൈവം പുറത്തോളും. എന്റെ കഷ്ടപ്പാട് ദൈവത്തിന് നല്ലോണം അറിയാം. ഇപ്പൊ ഈ പറഞ്ഞ സ്ഥലത്ത് അല്ലറച്ചില്ലറ ജോലിയേ ഉള്ളൂ. അവര് സ്വന്തം കുട്ടിയെ പോലെ നോക്കുകയും ചെയ്യും. തെല്ലും മുനയും പൊട്ടാണ്ട് മാസാമാസം 3000 റുപ്യ ശമ്പളമായിട്ട് കൈ കിട്ടുന്നതാ. എന്തായാലും ഈ കയ്യിലൊരു ചെയിൻ സ്വർണത്തിന്റെയാ? ഏയ്, ഇന്നലെ ഇതിലൊരു വളച്ചട്ടി പോയപ്പോ 25 റുപ്യ കൊടുത്ത് വാങ്ങിയതാ. പെട്ടെന്ന് കണ്ടപ്പോ സ്വർണ്ണമാണെന്ന് തോന്നി. അയ്യോ, എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? നിന്നെ കളിയാക്കാണല്ലേ? എനിക്കറിയാം. ഒരു കുരങ്ങനെ പോലെ എന്നെ കളിപ്പിച്ച് നീ നിന്റെ മറ്റവന്റെ കൂടെ നടക്കുന്നു. അയ്യോ, ദൈവത്തോട് പോയി ഇവിടുന്ന്. ഇല്ല, ഞാൻ പോവില്ല. നിക്കവിടെ. എനിക്കറിയണം. എന്താണ് അറിയേണ്ടത്? ഞാൻ വീട്ടിൽ കയറി ഒന്ന് പെമ്പിള്ളാരെ കയറി പിടിക്കുന്നതാ. എനിക്കറിയില്ല. ഇവിടെ അടുത്തുള്ളൊരു ചെക്കനാ. സ്വഭാവത്തിൽ കുറവാ. വേണ്ട മാധവ, ഞാൻ പറഞ്ഞില്ലേ തലയ്ക്ക് സുഖമില്ലാത്ത കുട്ടിയാ. അതിന് പ്രാന്താണെങ്കിൽ വല്ല ആശുപത്രി കൊണ്ടുവരണം. നിന്റെ വിഷമം എനിക്കറിയാം. നിനക്ക് അടി കിട്ടാനുള്ള കാരണക്കാരൻ ആ പണക്കാരൻ തെണ്ടിയ. പക്ഷെ നീ തളരരുത്, പിടിച്ചു നിൽക്കണം. എവിടെ പിടിക്കാൻ? അവന്റെ പൊള്ളച്ചങ്കിന് തന്നെ. നമ്മൾ പിടിക്കണ്ട, പിടിപ്പിക്കണം. അതിനൊക്കെ വഴിയുണ്ട്. എന്ത് വേണമെന്ന് എനിക്കറിയാം. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണം. അതാണ് പ്രമാണം. ഒരു സ്മോൾ വേണ്ട, കഴിച്ച ശീലല്ല. നിനക്കിപ്പോ പണിയൊക്കെ ഇല്ലേടാ? അത്യാവശ്യം അല്ലറ ചില്ലറ. നീ വന്നെന്തിനാണ് എന്റെ അടുത്ത് ഇതുവരെ പറഞ്ഞില്ല? അത് എങ്ങനെ തുടങ്ങണമെന്ന് ആലോചിച്ചിരിക്കായിരുന്നു. എന്നോടൊരു കാര്യം പറയാൻ എന്തിനാടാ ഇത്ര ആലോചിക്കുന്നത്? നീ പറയേ. അത് പിന്നെ മാധവേട്ടൻ ദേഷ്യപ്പെടുകയൊന്നും ചെയ്യരുത്. അല്ല, വഴക്കും ബഹളമൊന്നും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞതാ. ഇല്ലടോ, പറയേ. ഇതാണ് ആ ബംഗ്ലാവ്. ആ ഭാഗത്തുണ്ടാവല്ലേ? ഉണ്ടാവും. മാധവേട്ടൻ ധൈര്യമായിട്ട് വെക്കോ. ചോദിച്ചതിന് തർക്കുത്തരം പറഞ്ഞാലേ അപ്പ പിടിച്ച പൊള്ളച്ചെങ്കിനി. ബാക്കിക്കാര്യം ഞാൻ ഏറ്റു. അല്ല, മാധവേട്ടൻ പൊക്കോ, ഞാനിവിടെ നിന്നോളാം. മുള്ളും മുള്ളും കൂടി ഇപ്പൊ കൂട്ടി മുട്ടും. നിങ്ങൾ പറയുന്നൊക്കെ കാര്യമാണ്. പക്ഷെ ഒന്ന് ഓർത്ത് നോക്ക്, ഇത്രയും നന്നായി പഠിക്കുന്ന കുട്ടിയെ ജോലിക്ക് അയക്കുന്നതൊക്കെ വളരെ സങ്കടമല്ലേ?
നിങ്ങൾ ഇവിടെ പ്രോത്സാഹിപ്പിച്ച് വേണ്ട ക്വാളിഫിക്കേഷൻ നൽകി വളർത്തിയെടുക്കുകയല്ലേ വേണ്ട മിസ്റ്റർ മാധവൻ. നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് അറിയാവുന്നതുകൊണ്ടുകൂടി പറയാണ്. മീനാക്ഷിയുടെ പഠിത്തത്തിന് എന്ത് ചെലവ് വന്നാലും ഞാനത് വഹിച്ചോളാം. അല്ല അത് ഞാൻ മിസ്റ്റർ മാധവന്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളും എനിക്കറിയാം. ദേ കാശ്. ആ. സമയമായി. ഇത് വെച്ചോളൂ. അയ്യോ ആ, സാരമില്ല, ഓ വെച്ചോളൂ. ഈ മദ്യപാനമൊക്കെ നിർത്തി നല്ല രീതിയിൽ കഴിഞ്ഞൂടെ? താല്പര്യമുണ്ടെങ്കിൽ ചെറിയൊരു ജോലി ഞാൻ ശരിയാക്കാം എന്റെ കമ്പനി. ശരി സാർ. അപ്പൊ ഞാൻ അറിയിക്കാം. പൊയ്ക്കോളൂ. ഇത് ഈ കരയിൽ പുതിയതാണല്ലോ. കണക്കിന് കൊടുത്തിട്ടുണ്ടാവും. നന്നായി പെരുമാറിയല്ലേ? ഇനി പറഞ്ഞോളും. ഇന്നാട്ടിൽ വന്ന അവന്റെ പെൺവിഷൻ ഇനി ഉണ്ടാവില്ല. തങ്കപ്പെട്ട മനുഷ്യനെ കുറിച്ച് തെമ്മാർത്തരം പറയുന്നത് തേണ്ടി. കയ്യിലിരിക്കുന്ന കാറ്റും കൊടുത്ത് ഞാൻ കള്ള അയാൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ട് ഇയാളെന്തിനാ എന്നെ തല്ലിയത്? ഇനി ആള് മാറിപ്പോയാ? ഇനി മേലെ എന്റെ കുട്ടിയെ ചലഞ്ച് ചെയ്താ എന്റെ കയ്യം വിട്ടു നായേ. എഴുക്കടാ എഴുതാ പറഞ്ഞേ. എന്താ നോക്കി പേടിപ്പിക്കുന്നു? എന്റെ കണ്ണിയാൻ കുട്ടി പൊടിക്കുന്ന മോനെ. ഓടാ ഓടാ ഓടാ. എന്താ Ah!